നമസ്കാരം. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന ജനുവരി 22-ന് ശസ്ത്രക്രിയ ചെയ്ത് തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജനനം നിർവഹിക്കണമെന്ന് ഉത്തർപ്രദേശിലെ നിരവധി ഗർഭിണികൾ ഡോക്ടർമാരോട് ആവശ്യപ്പെട്ടതായി വാർത്താ ഏജൻസിയായ PTIയുടെ റിപ്പോർട്ട്. രേഖാമൂലമുള്ള 14ഓളം അപേക്ഷകൾ ഇതിനോടകം ലഭിച്ചതായി ഗണേഷ് ശങ്കർ വിദ്യാർത്ഥി മെമ്മോറിയൽ മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം മേധാവി സീമ ദ്വിവേദി PTIയോട് പറഞ്ഞു. ഒരേ ലേബർ റൂമിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകണം എന്നുമാണ് സ്ത്രീകളുടെ ആവശ്യം. ജനുവരി 22-ന് 35 സിസേറിയൻ ഓപ്പറേഷനുകൾ നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ട്. ചിലർ പുരോഹിതന്മാരിൽ നിന്നും ശുഭകരമായ സമയം വരെ കുറിച്ചു വാങ്ങുന്നുണ്ട്. പുരോഹിതർ പറയുന്ന സമയങ്ങളിൽ കുഞ്ഞുങ്ങളെ പുറത്തെടുക്കുന്ന അനുഭവം മുൻപും ഉണ്ടായിട്ടുണ്ട്. ധീരതയുടെയും സത്യസന്ധതയുടെയും ആജ്ഞാനുവർത്തിത്വത്തിന്റെയും പ്രതീകമായാണ് ശ്രീരാമനെ അമ്മമാർ കാണുന്നത്. അതിനാൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന ദിവസം ജനിച്ചാൽ ഈ ഗുണങ്ങൾ തങ്ങളുടെ മക്കൾക്കും ഉണ്ടാവുമെന്ന് അമ്മമാർ വിശ്വസിക്കുന്നുവെന്നും ഡോക്ടർ സീമ ദ്വിവേദി പറഞ്ഞു. കാൺപൂർ സ്വദേശിയായ മാലതി ദേവി ഇത്തരത്തിൽ അപേക്ഷ നൽകിയവരിൽ ഒരാളാണ്. ഇവരുടെ പ്രസവ തീയതി നിശ്ചയിച്ചിരുന്നത് ജനുവരി 17-നായിരുന്നു. പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന ദിവസം തന്നെ കുഞ്ഞു ജനിക്കാനാണ് ആഗ്രഹമെന്ന് മാലതി PTIയോട് പറയുന്നു. നല്ല സമയത്ത് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല ഗുണമുണ്ടാകുമെന്ന് ആളുകൾ വിശ്വസിക്കുന്നതായി മനഃശാസ്ത്ര വിദഗ്ധ ദിവ്യ ഗുപ്ത പറഞ്ഞു. അതേസമയം അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് സംസ്ഥാന ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനെ വീട്ടിലെത്തി ക്ഷണിച്ച് RSS. പ്രാണപ്രതിഷ്ഠാ മഹാസമ്പർക്കത്തിന്റെ ഭാഗമായാണ് നേതാക്കൾ മന്ത്രിയുടെ വീട്ടിലെത്തി ക്ഷണിച്ചത്. മന്ത്രിക്ക് അയോധ്യയിൽ നിന്നെത്തിച്ച അക്ഷതവും രാമക്ഷേത്രത്തിന്റെ ചിത്രവും നൽകി. പ്രാന്ത സഹസമ്പർക്ക പ്രമുഖ് CC ശെൽവൻ, കൊല്ലം വിഭാഗം സഹകാര്യവാഹക് ജയപ്രകാശ്, BJP അഞ്ചൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് സന്തോഷ്, സേവാഭാരതി യൂണിറ്റ് പ്രസിഡന്റ് പ്രശാന്ത് എന്നിവരാണ് കൊട്ടാരക്കര വാളകത്തെ വീട്ടിലെത്തി ക്ഷണിച്ചത്. എന്നാൽ ഗണേഷ് കുമാർ ചടങ്ങിന് പോകുമോ എന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല. നേരത്തെ നിശ്ചയിച്ചവരെയാണ് ക്ഷണിക്കുന്നത്. LDF മന്ത്രിസഭയിലേക്ക് ഈ അടുത്താണ് ഗണേഷ് എത്തുന്നത്. മുന്നണിയിലെ പ്രധാന പാർട്ടിയായ CPM ചടങ്ങിന് പോകില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനമായ ജനുവരി 22-ന് കേരളത്തിൽ വിപുലമായ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേരള BJP ഘടകം. ആഘോഷങ്ങളുടെ ഭാഗമായി അന്നേ ദിവസം കേരളത്തിലെ ക്ഷേത്ര പരിസരത്ത് BJP പ്രവർത്തകർ ശുചീകരണ പ്രവർത്തനം നടത്തുമെന്നും വീടുകളിൽ വിളക്ക് തെളിയിക്കുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ വ്യക്തമാക്കി. അതേസമയം അയോധ്യ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനുള്ള വിഗ്രഹം തീരുമാനിച്ചു. മൈസൂരു സ്വദേശിയായ വിഖ്യാത ശില്പി അരുൺ യോഗിരാജ് തയ്യാറാക്കിയ ശില്പമാണ് ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് പ്രതിഷ്ഠയ്ക്കായി വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുത്തത്. 5 വയസ്സ് പ്രായമുള്ള ഉപനയനത്തിന് തൊട്ടു മുൻപുള്ള ബാലരൂപത്തിലെ ശ്രീരാമന്റെ വിഗ്രഹം, 51 ഇഞ്ച് ഉയരം, ഒരുപോലെ ചേർത്ത് വെച്ച കാലുകൾ, നീണ്ട കൈകൾ, വിടർന്ന കണ്ണുകൾ തുടങ്ങി മഹർഷി വാൽമീകി ശ്രീരാമനെ കുറിച്ച് നൽകിയ വിവരണങ്ങളാണ് ട്രസ്റ്റ് അടിസ്ഥാനമാക്കിയത്. അന്തിമഘട്ടത്തിൽ ഗണേഷ് ഭട്ട്, അരുൺ യോഗിരാജ്, സത്യനാരായണ പാണ്ഡെ എന്നിവരുടെ ശില്പങ്ങളാണ് പരിഗണിച്ചത്. അരുൺ കൃഷ്ണശിലയിൽ ഒരുക്കിയ വിഗ്രഹം പ്രാണപ്രതിഷ്ഠയ്ക്ക് തിരഞ്ഞെടുത്തതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. ഈ മാസം 22-ന് ഉച്ചയ്ക്ക് 12:20-നാണ് പ്രതിഷ്ഠാ ചടങ്ങ്. താൽക്കാലിക ക്ഷേത്രത്തിൽ ഇപ്പോഴുള്ള രാംലല്ലയെയും പുതിയ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുമെന്നാണ് ക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റ് ചെയർമാൻ നൃപേന്ദ്ര മിശ്ര പറഞ്ഞിരിക്കുന്നത്. താൽക്കാലിക ക്ഷേത്രത്തിൽ ഇപ്പോൾ ആരാധിച്ചു വരുന്ന ശ്രീരാമ വിഗ്രഹം പുതിയ ക്ഷേത്രത്തിലെ ഗർഭഗൃഹത്തിൽ പ്രതിഷ്ഠിക്കും. അതിന് പിറകിലായിട്ടായിരിക്കും പുതിയ വിഗ്രഹം പ്രതിഷ്ഠിക്കുക. ഭക്തർക്ക് ദർശനത്തിന് കൂടുതൽ സൗകര്യപ്രദമാകുന്നതിന് വേണ്ടിയാണ് വലിയ വിഗ്രഹം കൂടി പ്രതിഷ്ഠിക്കുന്നത്. ശില്പികളുടെ കുടുംബത്തിലെ 5ാം തലമുറയിൽപ്പെട്ടയാളാണ് അരുൺ. മുത്തച്ഛൻ ബസവണ്ണ മൈസൂരു രാജാവിന്റെ സദസ്സിലെ മുഖ്യ ശില്പിയായിരുന്നു. അരുൺ MBA ബിരുദധാരിയാണ്. കേദാർനാഥിലെ ശ്രീ ശങ്കരാചാര്യരുടെയും ഇന്ത്യ ഗേറ്റിലെ സുഭാഷ് ചന്ദ്രബോസിന്റെയും ശില്പങ്ങൾ തയ്യാറാക്കിയത് അരുൺ യോഗിരാജാണ്.